അപ്പോൾ കാര്യങ്ങളൊക്കെ ഫുൾ കോമഡി ആയി കിടക്കുകയാണ്. അതായത് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ഫോണുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഫോണുകൾ എടുത്തു നോക്കുമ്പോഴാണ് വലിയ പ്രശ്നം കാണുന്നത്. അതായത് നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്രൈസ് റേഞ്ചാണിത്. പിന്നെ നല്ല സെയിൽ നടക്കുന്ന ഒരു സെഗ്മെന്റ് കൂടിയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോണുകൾ എല്ലാ കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് 20,000 രൂപക്ക് മുകളിലുള്ള കുറച്ച് ഫോണുകളുണ്ട്. 25,000 രൂപയുടെ കാറ്റഗറിയിൽ അത് പെടുത്താനും പറ്റൂല. അങ്ങനെയുള്ള കുറച്ച് ഫോണുകൾ, അത് ചില വിഷയത്തിലൊക്കെ നന്നായി നിൽക്കുന്ന ഫോണുകളാണ് ചില ഫീച്ചേഴ്സിൽ. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് 20,000 രൂപയ്ക്ക് ചോടെയുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യാനും പറ്റുന്നില്ല, ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഏതാണെങ്കിലും 2 വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് 20,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന 25,000 രൂപ കാറ്റഗറിയിൽ പെടാത്തതുമായ ഫോണുകളുണ്ട്. അതിൽ നിന്ന് നല്ല കുറച്ച് ഫോണുകളെ കുറിച്ചൊരു വീഡിയോ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി 20,000 രൂപയ്ക്ക് ചോടെ വരുന്ന ഫോണുകളിൽ നിന്ന് ബെസ്റ്റ് ഫോണുകൾ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യും. അപ്പോൾ ഏതാണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 20,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്നതും 25,000 രൂപ കാറ്റഗറിയിൽ പെടുത്താനും പറ്റില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ ഓഫറിലും അല്ലാതൊക്കെ ആയിട്ട് 21,000, 22,000, 23,000 റേഞ്ചിലൊക്കെ കാണുന്ന കുറച്ച് നല്ല ഫോൺസ് ഉണ്ട്. അവയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ പെർഫോമൻസിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ട് എനിക്ക് തോന്നിയത് പോക്കോ എന്ന കമ്പനി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പോക്കോയുടെ X7 Pro ആണ് ഇപ്പോൾ 23,000, 22,000 രൂപ പ്രൈസിലൊക്കെ ഓഫറിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് Dimensity 8400 ആണ്. അടിപൊളി ചിപ്പാണ്. 16 ലക്ഷത്തിന്റെ ആറ്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ വരുന്ന ചിപ്പ്. മാത്രമല്ല LPDDR5X റാമും UFS 4.0 ആണ് സ്റ്റോറേജ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ UFS 4.0 ഈ ഫോൺ ഇപ്പോൾ നൽകുന്ന പ്രൈസിൽ നിങ്ങൾക്ക് വേറെ ഒരു ഫോണിലും കിട്ടൂല. പിന്നെ 6500 mAh ബാറ്ററി, 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, അതുപോലെ തന്നെ IP68-69 റേറ്റിംഗ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. കിഡിലൻ ഫോണാണ്. ഈ ഒരു പ്രൈസിൽ പെർഫോമൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോക്കോ എന്ന കമ്പനി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണാണ്. ഇനി രണ്ടാമതായിട്ട് പെർഫോമൻസിന്റെ ഫോണിൽ പറയാനുള്ളത് Realme P3 Ultra ആണ്. അതായത് പെർഫോമൻസ് മാത്രം ഫോക്കസ് ചെയ്ത് വന്ന ഫോണല്ല, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ചിപ്സെറ്റ് Dimensity 8350 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. 14 ലക്ഷത്തോളം ആറ്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ വരുന്ന ഒരു ചിപ്പാണ്. പിന്നെ LPDDR5X ആണ് റാം, UFS 3.1 ആണ് സ്റ്റോറേജ്, അതുപോലെ തന്നെ 6000 mAh ബാറ്ററി, 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. ക്യാമറയും അത്യാവശ്യം ഉഷാറാണ്. സോണിയുടെ IMX896 എന്ന് പറയുന്ന ഈ സെഗ്മെന്റിൽ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു സെൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. IP68-69 റേറ്റിംഗ് ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഈ റിയൽമിയുടെ P3 Ultra ആണ്. മാത്രമല്ല നിങ്ങൾക്ക് പോക്കോ എന്ന കമ്പനി ഓക്കെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് മാത്രമല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നന്നാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ റിയൽമിയുടെ P3 Ultra എന്ന് പറയുന്ന ഫോണാണ്. കോഡ് കർവ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. കിഡിലൻ ഫോണാണ്. ഏകദേശം 21,000, 22,000 രൂപക്കൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഇത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. ഇനി 20,000 രൂപക്ക് മുകളിൽ പ്രൈസ് വരുന്ന ഫോണുകളുടെ കൂട്ടത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോൺ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ഡിസൈനും ലുക്കും ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോൺ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ ആണ്. പ്രത്യേകമായിട്ടുള്ള ഒരു ഫീച്ചറിൽ ഫോക്കസ് ചെയ്ത് വന്ന ഫോണും നല്ല ഓൾറൗണ്ടർ ഫോണാണ്. ചിപ്പ് വരുന്നത് Dimensity 7400 ആണ്. അത്ര കൂടിയ ചിപ്പൊന്നല്ല, പുതിയ ചിപ്പാണ്. 20,000 രൂപയ്ക്ക് ചോടയും നിങ്ങൾക്ക് ഈ ചിപ്പുള്ള ഫോൺ കിട്ടും. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറ സെൻസർ സോണിയുടെ ലിറ്റിയ 700C ആണ്. സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെക്കൻഡറി ആയിട്ട് 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡോ എന്തോന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും വന്നിട്ടുണ്ട്. പിന്നെ 1.5K റെസൊല്യൂഷൻ വരുന്ന POLED ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. കിഡിലൻ ഡിസ്പ്ലേ ആണ്. പിന്നെ 5500 mAh ബാറ്ററി, 68 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, പിന്നെ IP68-69 മിലിറ്ററി ഗ്രേഡ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പെർഫോമൻസും കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല വ്യൂയിങ് എക്സ്പീരിയൻസും അത്യാവശ്യം തിരക്കടില്ലാത്ത ക്യാമറയും അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്ങും ബാറ്ററി കപ്പാസിറ്റിയും എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി 20,000 രൂപക്ക് മുകളിൽ വില വരുന്ന ഫോണുകളുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ഫോണ് iQOO Z10 അല്ലെങ്കിൽ Vivo T4. ഇത് രണ്ടും ഒരേ ഫോണാണ്. പാരന്റ് കമ്പനി വിവോ ആണ്. 2 പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്ത പേരിൽ ഇറക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഫോണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ബാറ്ററിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പ്രയോറിറ്റി കൊടുക്കുന്ന, ബാറ്ററി കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇറക്കിയ ഫോണാണ്. അതായത് 7300 mAh ബാറ്ററി കപ്പാസിറ്റി, 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും തന്നിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് Qualcomm Snapdragonന്റെ 7S Gen 3 ആണ്. അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണ്. 8 ലക്ഷത്തിന്റെ മുകളിൽ ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ പറയപ്പെടുന്ന ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബാറ്ററി ആണ് അത്ര ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ മാത്രം 20,000 രൂപക്ക് മുകളിൽ പ്രൈസ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ഫോണാണ്. അല്ലാത്തവർ
20,000 രൂപക്ക് മുകളിൽ കൊടുത്ത് ഇത് വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 20,000 രൂപ ഓഫർ പ്രൈസിലൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. കാരണം ഇതിന്റെ ചിപ്സെറ്റ് മോശമൊന്നുമല്ല. ഈ സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ചിപ്സെറ്റ് തന്നെയാണ് 7S Gen 3 എന്നുള്ളത്. പിന്നെ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇതിലില്ല. അതുപോലെ തന്നെ IP65 ആണ് റേറ്റിംഗ് വരുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു സെഗ്മെന്റിൽ കാണുന്നതാണ് 68, 69 റേറ്റിംഗ് ഒക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വന്ന ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും ബാറ്ററി വേണ്ട, 6000 mAh ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടിയുള്ള ഫോണുകളാണ് വേണ്ടതെങ്കിലാണ് ഞാൻ പറയുന്നത് ഈ ഫോൺ വാങ്ങരുത്. വേറെ ഒരുപാട് ഫോണുകളുണ്ട്. ഇനി കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു ഫോണാണ് മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റൈലസ് പാനൊക്കെ ആയിട്ട് വന്ന ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. മാത്രമല്ല മോട്ടറോള ആണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നത്. പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു താല്പര്യമൊക്കെ ഉള്ള ഇങ്ങനെ വെറൈറ്റി പിടിച്ച് നടക്കാനും ഈ പേനയോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നോക്കാവുന്ന ഫോണാണ്. പിന്നെ ഈ ഫോണിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragonന്റെ 7S Gen 2 എന്ന ചിപ്സെറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. 5000 mAh ബാറ്ററി ബാക്കപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 68 വാട്ട്സിന്റെ ചാർജിങ്, 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് ഇതൊക്കെ തന്നിട്ടുണ്ട്. IP68 റേറ്റിംഗ് തന്നിട്ടുണ്ട്. പിന്നെ മിലിറ്ററി ഗ്രേഡിൽ വന്ന ഫോണാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ക്യാമറ സെൻസർ സോണിയുടെ ലിറ്റിയ 700C ആണ്. സെഗ്മെന്റിൽ അത്യാവശ്യം മെച്ചപ്പെട്ട സെൻസർ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ ചിപ്സെറ്റ് അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഫീച്ചർ വന്നിട്ടുണ്ട്. ചിപ്സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 20,000 ചോടയും 7S Gen 2 കിട്ടും. മോട്ടോയുടെ തന്നെ എഡ്ജ് 50 ഫ്യൂഷൻ അതുപോലെ തന്നെ G96 ഈ ഒരു ചിപ്സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ചെയ്തത് ഒരുപക്ഷെ ഈ ഒരു പേന സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പേനൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉള്ള ഫോണാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഫോണാണ്. സ്പെക് വൈസിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഡിഫക്ട്സ് ഒന്നും കാണാനില്ല. അപ്പോൾ ഇത്രയും ഫോണുകളാണ് നമുക്ക് ഈ ഒരു പ്രൈസിന്റെ ഉള്ളിൽ, അതായത് 20,000 രൂപ മുതൽ ഒരു 23,000 രൂപ വരെയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫോണുകളായിട്ട് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ തന്നെ എല്ലാ ഫോണുകളും 256 GB വേരിയന്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് കണ്ടത്. പക്ഷെ ഒരു ഫോണിന് മാത്രം 128 GB ഈ ഒരു പ്രൈസ് വരുന്നത്. അതായത് Realme P3 Ultra എന്ന് പറയുന്ന ഫോൺ നമ്മളോട് പറഞ്ഞിരുന്നു. അതിൽ ഓഫർ വന്നിരിക്കുന്നത് ഏകദേശം 21,000 രൂപ പ്രൈസിൽ എന്തോ ആണ് വന്നിട്ടുള്ളത്. 128 GB ആണ് കേട്ടോ. അപ്പോൾ 256 GB അതിലും കൂടും, ഏകദേശം 24,000 എന്തോ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഫോണുകൾ നമ്മൾ പറഞ്ഞ പോലെ ഓഫറിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.